ഓക്കെ, ഐ ഡിഡിൻ ഗോ, ഐ ഡോൺ ഗോ. ഇതിലേതാ കറക്റ്റ്? ഡിഡിൻ ഗോ ആണോ ഡോൺ ഗോ ആണോ? രണ്ടും കറക്റ്റ് ആണ് അല്ലേ? ബിക്കോസ് ദേ ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അല്ലേ? ഡിഡിൻ ഗോ ഡോൺ ഗോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ അത് കറക്റ്റാണ്. അപ്പം അതെങ്ങനെയാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിഡിൻ ഗോ ഓൾറെഡി കഴിഞ്ഞ ആരോ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? ഐ ഡിഡിൻ ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല. അപ്പൊ കഴിഞ്ഞോയ കാര്യങ്ങൾ പാസ്റ്റ് ആക്ഷൻസ് പറയാൻ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം ഡിഡിന്റെ കൂടെ നമ്മൾ V1 ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഐ ഡിഡിൻ ഗോ യെസ്റ്റർഡേ. അപ്പൊ പാസ്റ്റ് ആക്ഷൻ പറയാൻ നമുക്ക് ഡിഡിൻ ഗോ യൂസ് ചെയ്യാം. അപ്പൊ പ്രസന്റ് ആക്ഷൻ പറയാനോ ഡോൺ ഗോ അല്ലേ? പ്രസന്റ് ആക്ഷൻ പറയാൻ നമ്മൾ ഡോൺ ഗോ യൂസ് ചെയ്യാം. ഡോൺ ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പോകാറില്ല. അപ്പൊ ഡോണ്ട് വരുമ്പോൾ നമുക്കറിയാം അല്ലെ എന്താണ് അത്? പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഡൂവിന്റെ കൂടെ നമ്മൾ V1 ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പ്രസന്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഹാബിച്വൽ ആക്ഷൻസ്, എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത് അല്ലെ? ഓക്കെ, ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറില്ല അല്ലെ? അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഡോണ്ട് ഗോ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ഗോ ഔട്ട് അറ്റ് നൈറ്റ്. അപ്പൊ ഞാൻ രാത്രി പുറത്തു പോകാറില്ല. അപ്പൊ ഈ നൈറ്റിന്റെ കൂടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഐ ഡോണ്ട് ഗോ അറ്റ് നൈറ്റ്. അപ്പൊ ഞാൻ രാത്രി പുറത്ത് പോവാറില്ല. ഐ ഡിഡിൻ ഗോ അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ രാത്രി പുറത്തു പോകാറില്ല. എല്ലാ ദിവസവും രാത്രി ഞാൻ പുറത്തു പോകാറില്ല അല്ലേ? സോ ഐ ഡോണ്ട് ഗോ ഔട്ട് അറ്റ് നൈറ്റ്. അപ്പൊ ഡു വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസും ഡിഡ് വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസുമാണ്. ഓക്കെ, ഞാൻ പറയണേ ഞാൻ പോകില്ല. ഓക്കെ, എവിടെയെങ്കിലും പോകാൻ പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ പോകില്ല. അപ്പൊ അത് ഏത് ടെൻസാ? ഐ വിൽ നോട്ട് ഗോ. ഫ്യൂച്ചർ ആണല്ലേ? ഐ വിൽ നോട്ട് ഗോ. അപ്പൊ ഞാൻ പോകില്ല എന്ന് പറയാൻ ഐ വിൽ നോട്ട് ഗോ പറയാം. ഓക്കെ, ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോകാറില്ല. ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല.